നമസ്കാരം, ഞാൻ മാത്തുക്കുട്ടിയാണ്. ഞാൻ മീരയാണ്. യെസ്, എന്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേർക്ക് എപ്പോഴും ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പൊ ഒരു വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കൊണ്ടുപോയിട്ട് സെറാമിക് കോട്ടിംഗ് ചെയ്യും. അതല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ ആ സെറാമിക് കോട്ടിങ്ങിന് രണ്ടാമത് ഒരിക്കൽ കൂടി റീവർക്ക് ചെയ്യും, കൃത്യമായിട്ട് പോളിഷ് ചെയ്യും, സർവീസ് ചെയ്യും. ഇതൊക്കെ അവരുടെ വണ്ടിയുടെ കാര്യത്തിൽ കാണിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചറിയാം, അവരുടെ സ്വന്തം കാര്യത്തിൽ ഇത് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവനവനെ കുറച്ചുകൂടി പ്രസന്റബിൾ ആക്കാൻ, അവനവനെ കുറച്ചുകൂടി അടിപൊളിയാക്കാനായിട്ട് ഒരു ശ്രമം നടത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഇത് നമുക്കൊന്ന് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. തീർച്ചയായിട്ടും, കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണ്. കാര്യം ഒരാളുടെ സ്വഭാവം ഒന്നുമല്ല, ആദ്യം കാണുമ്പോൾ അയാളുടെ ഒരു ഔട്ട്ലുക്ക് തന്നെയാണ് നമ്മൾ എപ്പോഴും ജഡ്ജ് ചെയ്യാറുള്ളത്. പിന്നെ മാത്തൂട്ടി പറഞ്ഞതുപോലെയല്ല, ഇപ്പം മലയാളികൾ ഭയങ്കരമായിട്ടും സൗന്ദര്യ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അങ്ങനെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഈ പറഞ്ഞ പോലെ ഫിസിക്കലി നല്ല കോൺഫിഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു വലിയ സൊല്യൂഷനുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നു ഞങ്ങളുടെ ക്യൂട്ടസ് ഇന്റർനാഷണൽ കോസ്മെറ്റിക് ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്. ഇവിടെയാണ് നമുക്ക് റിസപ്ഷൻ ഏരിയ വരുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ, ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള വെയിറ്റിംഗ് ആണ്. കാരണം ക്യൂട്ടസ് ഇന്റർനാഷണൽ നമ്മൾ കയറുമ്പോൾ തന്നെ വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള, വളരെ പ്ലസന്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു നമ്മുടെ സ്റ്റാഫ്സ് അല്ലേ കൃത്യമായിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്ത് തരും. ഓക്കെ, അപ്പൊ നമ്മുടെ വെയിറ്റിംഗ് ലോഞ്ചിൽ നിന്ന് കൺസൾട്ടേഷൻ റൂമിലേക്ക് പോയാലോ മാത്തൂട്ടി? യെസ് മാത്തൂട്ടി, നമ്മുടെ കൺസൾട്ടേഷൻ റൂം കണ്ടില്ലേ? ഇനി ഇപ്പൊ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിൽ നേരെ അവർ ദേ വരാൻ പോകുന്നത് ഈ കൗൺസിലിംഗ് റൂമിലേക്കായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ എങ്ങനത്തെ ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ താരിഫൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇത് ഏറ്റവും ആദ്യമേ വിശദീകരിക്കുന്ന ഒരു സ്പേസ് കൂടിയാണിത്. അതല്ലാതെ ഏറ്റവും അവസാനം ബില്ല് കൊടുക്കുന്ന പരിപാടി ഇവിടെ ആണ്. ടാരിഫ് ഒക്കെ ഓക്കെ ആണ്, കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ്, കാരണം വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, പ്രൊസീജിയർ ആണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ പ്രൊസീജിയറിലേക്ക് നമ്മുടെ ക്ലയന്റ് കടക്കത്തുള്ളൂ. വീണ്ടും നമ്മുടെ കൺസൾട്ടേഷൻ റൂംസ്, എക്സാമിനേഷൻ റൂംസ് കണ്ടില്ലേ? എന്തോരം സ്പേസ് ആണ്, റൂംസ് ആണ് അവർ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവിടെ വരുന്നൊരു ക്ലയന്റ് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ളതിന്റെ ഉത്തരമാണ് ഇത്രയും കൺസൾട്ടേഷൻ റൂംസ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്നവർക്ക് പെട്ടപ്പെട്ടാകുന്ന കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും ക്യൂട്ടീസ് ഒരുക്കുന്നത്. തീർച്ചയായിട്ടും ക്യൂട്ടീസ് ഇന്റർനാഷണൽ നൽകുന്ന വേറൊരു വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വർക്കിംഗ് ആയിട്ടുള്ള ലേഡീസിനാണെങ്കിലും മെൻസ് ആണെങ്കിലും അവർക്ക് 10 മണി വരെയൊക്കെ, രാത്രി 10 മണി വരെയൊക്കെ വന്ന് ഓരോ പ്രൊസീജിയറും സർവീസും ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു വലിയ സാധ്യതയും അവർ ഒരുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ലീവ് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതാണ്, ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇനി വൈകുന്നേരം 6 മണിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നാലും 10 മണി വരെ നിങ്ങളെ സെർവ് ചെയ്യാനായിട്ട് ക്യൂട്ടസ് ഇന്റർനാഷണൽ ഡേ ഇവിടെ നമ്മുടെ സിവിൽ ലൈൻ റോഡിൽ കാക്കനാട് വളരെ സുഗമമായിട്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. കണ്ടില്ലേ മാത്തൂട്ടി, വീണ്ടും വളരെ വിശാലമായിട്ടുള്ള ഒരു വെയിറ്റിംഗ് ലോഞ്ച്. അവിടെ കൺസൾട്ടേഷൻ റൂംസ് 2 ഉണ്ട്. അതുകൂടാതെ ഡയറ്റീഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റൂം അവിടെ ഉണ്ട്. പിന്നെ അതിന്റെ ഇവിടെ വിശാലമായ ഇന്റീരിയർ ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഭയങ്കരമായിട്ട് നമ്മൾ എന്താ പറയാ, ഭയങ്കര പ്ലസന്റ് ആക്കുന്ന ഒരു മൂഡാണ്. ഒരു വലിയ LED TV സജ്ജീകരിച്ചു ആണ്. നമ്മൾ ഈ LED വരുമ്പോൾ കാണാൻ പറ്റും നമ്മുടെ മലയാള സിനിമയിലും അതുപോലെ തന്നെ പല മേഖലകളിലുള്ള വളരെ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്നിട്ട്. എനിക്ക് തോന്നുന്നു ക്യൂട്ടസ് ഇന്റർനാഷണൽ ഒരു പ്രൊഫൈൽ എടുത്തു നോക്കിയാൽ ഞെട്ടും അല്ലേ? നമ്മള് ഇവരൊക്കെ എങ്ങനെയാണ് ഇത്ര അധികം മാറിപ്പോയത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കുറെ താരങ്ങളുണ്ട്. ആ താരങ്ങൾ എങ്ങനെയാണ് മാറിപ്പോയത്, എന്തുകൊണ്ടാണ് നിങ്ങൾ അത്ഭുതപ്പെട്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഒരു സെലിബ്രിറ്റി ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ക്യൂട്ടീസിൽ വന്ന് മാറ്റം സംഭവിച്ച മനുഷ്യരുടെ ലിസ്റ്റ്, അതൊരു അടിപൊളി പരിപാടിയാണ്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഡയറ്റീഷ്യൻ ഉണ്ട്. ഇനി ഡയറ്റീഷ്യന്റെ മാത്രം ഒരു സർവീസ് എടുക്കാനാണെങ്കിലും അതിനുള്ള ഒരു വലിയ ഓപ്ഷനും കൂടി ക്യൂട്ടസ് ഇന്റർനാഷണൽ ഒരുക്കിയിട്ടുണ്ട് അല്ലേ മാത്തൂട്ടി? പ്രസവം കഴിഞ്ഞിട്ടുള്ള പല സ്ത്രീകളുടെയും കോൺഫിഡൻസിന് ഇല്ലായ്മ ചെയ്യുന്ന കാര്യങ്ങളാണ് സ്കാർസും സ്ട്രെച്ച് മാർക്സും. ഞാൻ അത് കറക്റ്റായിട്ട് ഫേസ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഇപ്പൊ എന്റെ കാര്യത്തിലാണെങ്കിൽ എന്റെ വൈഫ് പ്രഗ്നൻസിയിലേക്ക് കടന്നതിന് ശേഷം ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ഒരുപാട് തരത്തിലുള്ള മാറ്റത്തിന് വിധേയരാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മീര പറഞ്ഞതുപോലെയുള്ള സ്ട്രെച്ച് മാർക്കുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്, ഗൈനക് കോസ്മെറ്റോളജി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്ന എന്ത് സംഭവങ്ങളാണെങ്കിലും ശരി, അതിനെ കൃത്യമായിട്ട് പാടുകൾ നീക്കി ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങളുടെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കാൻ തീർച്ചയായിട്ടും ക്യൂട്ടീസ് ഇന്റർനാഷണൽ. മാത്തൂട്ടി, ഈ 8 വർഷം കൊണ്ട് 10 ഔട്ട്ലെറ്റ്സ് ആയിട്ട് നമ്മുടെ ക്യൂട്ടസ് ഇന്റർനാഷണൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് പറയുക? ഏറ്റവും ബേസിക്സ് തൊട്ടാണ് ഒരു ക്ലയന്റ് വന്നാൽ നമ്മുടെ ക്യൂട്ടസ് ഇന്റർനാഷണൽ സെർവ് ചെയ്ത് തുടങ്ങുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സാമ്പിൾ കളക്ഷൻ റൂം.
ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആയാലും ഗ്ലൂട്ടാഥയോൺ ആയാലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ബ്ലഡ് ആദ്യം എടുത്ത് ചെക്ക് ചെയ്ത് അയാളുടെ ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ ബാക്കി കാര്യങ്ങളെല്ലാം സേഫ്റ്റിയും എൻഷുർ ചെയ്തതിന് ശേഷം മാത്രമേ പ്രൊസീജിയറിലേക്ക് ക്യൂറ്റസ് ഇന്റർനാഷണൽ കടക്കത്തുള്ളൂ. പല സെന്റേഴ്സിൽ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഗ്ലൂട്ടാഥയോൺ പോലുള്ള വലിയ പ്രൊസീജിയേഴ്സ് ഒക്കെ അങ്ങനെ ബ്ലഡ് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുകയാണ്. പക്ഷെ അതല്ല, ഓരോ ക്ലയന്റിന്റെയും അനിവാര്യത മനസ്സിലാക്കിയാണ് ക്യൂറ്റസ് ഇന്റർനാഷണൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീര, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതമായിട്ടുള്ള കുറെ പേരുകളുണ്ട്. ഇപ്പോൾ PRP ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ GFC ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇതെല്ലാം ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗതയിൽ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ഏരിയയാണിത് ക്യൂട്ടീസ് ഇന്റർനാഷണൽ. ആണ് 3 നിലകളിലായിട്ടാണ് ക്യൂറ്റസ് ഇന്റർനാഷണൽ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത്. ഇതിൽ 2ാമത്തെ നിലയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആയാലും ഹെയർ ഫോൾ മാനേജ്മെന്റിനായാലും ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള സ്റ്റാൻഡേർഡ്സിലുള്ള ഡോക്ടേഴ്സ് ടെക്നീഷ്യൻസുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കൊന്ന് കണ്ടോ? യെസ്. വീണ്ടും മാത്തൂട്ടി പറഞ്ഞാല് സാമ്പിൾ കളക്ഷൻ റൂമാണ്, പ്രൊസീജിയർ റൂം ഉണ്ട്, 2 പ്രൊസീജിയർ റൂംസ് ഉണ്ട്. അപ്പം അറ്റ് എ ടൈം തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ക്ലയൻസിനെ ഡീൽ ചെയ്യാനായിട്ട് ക്യൂറ്റസ് ഇന്റർനാഷണൽ സാധിക്കുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് തീർച്ചയായിട്ടും PRP അല്ലെങ്കിൽ GFC എന്ന് പറയുന്നത്. അത് ഏറ്റവും വേഗതയിൽ ഏറ്റവും എളുപ്പത്തിൽ ഇവിടെ വന്ന് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അതാണ്. അത് മാത്രമല്ല, ഇത് ചെയ്ത് ഞങ്ങളുടെ ക്ലയൻസിന്റെ ഒരു ഔട്ട്ലുക്ക് കണ്ട ഞെട്ടുകയും ചെയ്യും. ഒരു സംശയമില്ല. അല്ല മാത്തൂട്ടി, നമ്മൾ ഈ പറഞ്ഞില്ലേ പല സ്റ്റാർസും സെലിബ്രേറ്റഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ തന്നെ ഇവിടെ വരുമ്പോൾ ഇത്രയും പ്രീമിയം ഒരു സെറ്റപ്പ് കാണുമ്പോൾ തോന്നും അയ്യോ ഇനി റേറ്റ്സ് എന്തെങ്കിലും കൂട്ടി കാണുമെന്ന്. പക്ഷെ റേറ്റ്സിലൊന്നും തന്നെ ഒരു വ്യത്യാസം നമ്മൾ ചെയ്തിട്ടില്ല. വളരെ പ്രീമിയം ആയിട്ടുള്ള ഈ പറഞ്ഞ ഹൈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ഒരുങ്ങാണ് നമ്മുടെ ക്ലയൻസിന്. ക്യൂട്ടീസ് ഇതുവരെ എങ്ങനെയാണോ നിങ്ങളുടെ താരിഫ് ഇട്ടിരുന്നത് അതേപോലെ തന്നെയാണ് ഇത്രയും പ്രീമിയം സെറ്റപ്പിന് വാങ്ങിക്കുന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ. പിന്നെ ഇതുവരെ ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ ഇവിടുത്തെ ഈ കാക്കനാടുള്ള സിവിൽ ലൈൻ റോഡിലുള്ള ഞങ്ങളുടെ ക്യൂറ്റസ് ഇന്റർനാഷണലിൽ പ്ലാസ്റ്റിക് സർജറി വിങ് കൂടി ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ലേസർ ട്രീറ്റ്മെന്റ്സ് ഞങ്ങൾക്കുണ്ട്, ക്ലിനിക്കൽ ഡെർമറ്റോളജി, അതുപോലെ തന്നെ നമ്മുടെ കോസ്മെറ്റോളജി, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് സർജറി വിങ് കൂടി ഞങ്ങൾ ഇവിടെ ഇതാ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. സൗന്ദര്യത്തിന് പുതിയ ഭാഷ്യം, മാറ്റങ്ങൾ. മാത്തൂട്ടി, ക്യൂറ്റസ് ഇന്റർനാഷണൽ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പേരെന്ന് പറയുന്നത് ഞങ്ങളുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലാണ് അല്ലേ? അതെ, നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ വന്ന് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയതിന് ശേഷമുള്ള ആളുകളുടെ മേക്ക് ഓവർ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഞെട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മുടെ ഒരു പ്രൊഫൈൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സിഗ്നേച്ചർ ആക്കി മാറ്റിയ ഞങ്ങളുടെ ഒരു ക്യൂറ്റസ് ഇന്റർനാഷണൽ എന്ന ബ്രാൻഡിന്റെ വളരെ വിപുലമായിട്ടുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ വിങ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇതിൽ മൈനർ OT ഉണ്ട്. മൈനർ OT തന്നെ 3 ഉണ്ട്. അതുകൂടാതെ അവിടെ മേജർ OT ഒരു വലിയ വാതിൽ നമുക്ക് മുൻപിൽ തുറക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് വളരെ ഹൈജീനിക് ആയിട്ട് വളരെ കൃത്യമായിട്ട് കൃത്യതയോടെ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്, പ്രോസസ്സാണ്. അപ്പോൾ അതിന്റെ എല്ലാ സീരിയസ്നെസ്സും മനസ്സിലാക്കിയാണ് ഞങ്ങളുടെ ക്യൂറ്റസ് ഇന്റർനാഷണലിലെ ഈ ഒരു ഔട്ട്ലെറ്റിൽ ഞങ്ങളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടി നമുക്കൊന്ന് പോയി കണ്ടു നോക്കിയാലോ? നമുക്ക് മൈനർ OT കാണാം, മേജർ OT കാണാം. യെസ്. സോ ഇതാണ് മൈനർ OT. മൈനർ OT എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ അതിന് മുന്നേയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻവോൾവ് ആകുന്നതാണ്. ഇനി മേജർ OTയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. മേജർ OTയിലേക്ക് കടക്കുന്ന ഡോക്ടേഴ്സ് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ആയതിനു ശേഷം മാത്രമാണ് അകത്തേക്ക് കടക്കുക. അതിന് വേണ്ടിയിട്ട് ഹാൻഡ് വാഷ് ചെയ്യാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ മേജർ OT നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത്. ശരിക്കും മേജർ OT എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കുഞ്ഞു റൂം മാത്രമാണെന്ന്. പക്ഷേ ഇവിടുന്ന് തുറന്ന് കയറുന്ന സമയത്താണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. അതാ 1, 2, 3 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരുപാട് റൂംസ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ആളൊരു വെൽ എക്യൂപ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരു പ്രീമിയം ഹോസ്പിറ്റലിന്റെ എല്ലാവിധ സൗകര്യങ്ങളും അതിന്റെ ഫീലും ഒത്തിണങ്ങുന്ന ഒരു ഇടമാണ് നമ്മുടെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ. സോ ഏറ്റവും കൂടുതൽ ലേഡീസ് ഒപ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. വളരെ പ്രൈവറ്റ് ആയിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ലേസർ ട്രീറ്റ്മെന്റ്. നമുക്കറിയാം അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയാണ് ലേസർ ട്രീറ്റ്മെന്റ്സ് സ്ത്രീകൾ കൂടുതലായിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ വാക്സ് ചെയ്ത് വെറുതെ സമയം കളയേണ്ട, മാസാമാസം ഒരു 3-4 സിറ്റിംഗ്സ് ഉണ്ടെങ്കിൽ
എന്റെ മാത്തൂട്ടി ചേഞ്ച് എന്ന് പറയുന്നത് ബിയോണ്ട് വേർഡ്സ് ആണ്. എന്തായാലും ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രൈവസിനെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഏരിയ നമ്മുടെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ധൈര്യപൂർവ്വം ആത്മവിശ്വാസത്തോടെ കടന്നു വരാം. ഒന്നല്ല 2 ലേസർ ട്രീറ്റ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് ഇവർ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഏറ്റവും പ്രീമിയം ഏറ്റവും ക്ലാസി ആയിട്ടുള്ള ഒരു ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ സെലിബ്രിറ്റീസിന് ഡയറക്റ്റ് ആയിട്ട് കടന്നു വന്ന് അവരുടെ എന്തൊക്കെയാണ് അവരുടെ പ്ലാൻ അത് കൃത്യമായിട്ടും പൂർത്തീകരിച്ച് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാനുള്ള ഒരു ഗംഭീര ആംബിയൻസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിപ്പോൾ സെലിബ്രിറ്റീസിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രീമിയം ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ആളുകൾക്കും ഏറ്റവും മികച്ച സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്ന ഫ്ലോറാണ്. അതെ, ഇത് ഞങ്ങളുടെ 3ാമത്തെ നിലയാണ്. പ്രൈവസി ആണ് ഇവിടെ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ഇപ്പൊ ബേസ്മെന്റിലേക്ക് കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ലിഫ്റ്റിലൂടെ നിങ്ങൾക്ക് ഈ 3rd ഫ്ലോറിൽ ആക്സസ് ചെയ്യാൻ പറ്റും. 3rd ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞാലുടൻ നിങ്ങൾ ആദ്യം വെയിറ്റിംഗിന് വേണ്ടി ഇരിക്കാൻ പോകുന്ന ഞങ്ങളുടെ പ്രയോറിറ്റി ലോഞ്ചിലാണ്. ഇവിടെ 2 രീതിയിൽ തന്നെ ഇപ്പൊ മാത്തൂട്ടി ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള ഒരു കസ്റ്റമർ പെയർ ആണ് ഇവിടെ വരുന്നതെങ്കിൽ ഹസ്ബൻഡിന് പ്രൊസീജിയർ ചെയ്യുന്ന സമയം നമ്മുടെ വൈഫിന് ബാക്കിയുള്ള ഫേഷ്യൽസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൈഫ് ചേച്ചി ഇവിടെ ഒരുങ്ങിക്കൊണ്ട് സുന്ദരിയായിക്കൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ചേട്ടന് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരു പ്രൊസീജിയറിലേക്ക് കടക്കാനും. അതായത് നിങ്ങളുടെ കൂടെ ആരാണോ വരുന്നത് അവർക്ക് ഇവിടെ ബോർ അടിച്ചിരിക്കേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഓപ്ഷൻസ് ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തതിന് ശേഷം അവരുടെ പ്രൊസീജിയർ അവിടെ നടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യാം. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ കല്യാണം, ഇവിടെ പാലുകാച്ചൽ. അതുമല്ല, പ്രയോറിറ്റി ലോഞ്ച് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. അതൊന്ന് നമുക്ക് കാണാം. കണ്ടു മാത്തൂട്ടി, കണ്ടില്ലേ? സോ ഇതാണ് നമ്മുടെ പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള ക്യൂട്ടീസ് ഇന്റർനാഷണലിന്റെ പ്രയോറിറ്റി ലോഞ്ച്. കളർ ഗ്രേഡിംഗ് ആണെങ്കിലും TV ഒക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണാം. ഒന്ന് വല്ല വായിച്ചു. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആയിട്ട് ഓരോ ഫ്ലോറും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു പരിപാടിയാണ്. 3ഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ അതിന്റെ ഓരോന്നിലുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ചിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ വാൾപേപ്പറിന്റെ കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ സജ്ജീകരണങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തീർച്ചയായിട്ടും ആ ഒരു പ്രീമിയം ഒരു സ്റ്റെപ്പും കൂടെ മേലെ അത് ഇവിടെ തീർച്ചയായിട്ടും കീപ്പ് ചെയ്തിട്ടുണ്ട്. ആണ് വെരി ഇംഗ്ലീഷ്, വെരി ക്ലാസി. പിന്നെ ഈ ഒരു ലോഞ്ച് ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു വാഷ്റൂം അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ പ്രൊസീജിയറിനും അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം ടേക്കിംഗ് പ്രോസസ് ആണ് അല്ലെ. അപ്പം ബാക്കി ഇനി ഇവർക്ക് വേണ്ടിയുള്ള പ്രൊസീജിയർ റൂമും കൂടി ഒന്ന് പെട്ടെന്ന് ഇവരൊന്ന് കാണിച്ച് ഞെട്ടിപ്പിച്ചാലോ? കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ 3rd ഫ്ലോറിലുള്ള ഒരു പ്രൊസീജിയർ റൂം. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ് കേട്ടോ. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ളതെല്ലാം ഇമ്പോർട്ട് ചെയ്ത് വരുത്തിച്ചേക്കുന്ന മെഷീൻസും ചെയർസും ഒക്കെയാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു എത്ര സമയം വേണമെങ്കിലും കിടന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഓരോ പ്രൊസീജിയറിലേക്കും കടക്കാൻ. സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്ന സമയത്ത് കുറച്ച് ആകുലതകളൊക്കെ നമുക്കുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കില്ല. ഏറ്റവും വേദനരഹിതമായിട്ട്, ഏറ്റവും ഈസി ആയിട്ട്, ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ സ്പായിലേക്കൊക്കെ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുക അത്രയും സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ ട്രീറ്റ്മെന്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യൂട്ടീസ് ഇന്റർനാഷണലിൽ നിന്നും മടങ്ങാം സന്തോഷത്തോടെ, കോൺഫിഡൻസോടെ. ഒരു സൈഡിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് തീരുന്നില്ല. അത്രയും വലിയ സജ്ജീകരണങ്ങളാണ് 3 ഫ്ലോറിലായിട്ട് ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഒരുക്കിയിരിക്കുന്നത്. ആണ് മാത്തൂട്ടി. കാരണം ഞാൻ ഇന്നോളം കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ രീതിയിൽ ഒരു കോസ്മെറ്റോളജിക് സെന്റർ, ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സെന്റർ വരുന്നത് തന്നെ. അതിന്റെ ഒരു വലിയ കൗതുകവും നമുക്കുണ്ട്. ഇപ്പൊ നമ്മുടെ പിറകിലായിട്ട് കാണുന്നത് ഇവരുടെ ഓഫീസ് സ്പേസ് ആണ് കേട്ടോ. അറ്റ് എ ടൈം തന്നെ ഒരുപാട് പേര്, അതിപ്പോ അക്കൗണ്ടിങ് സെക്ഷൻ ആയാലും ഫിനാൻസ് സെക്ഷൻ ആയാലും അങ്ങനെ പല HR ആണെങ്കിലും പല പല മേഖലകളിലായിട്ട് ഒരുപാട് പേരാണ് അറ്റ് എ ടൈം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പിറകിൽ നിന്നുള്ള വർക്ക് അല്ലെങ്കിൽ ബാക്ക് ബോൺസ് എന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ ഇവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫും ക്യൂട്ടീസിനെ. ആണ്. ഇപ്പൊ ഇനി നമ്മൾ കണ്ടില്ലേ, പ്രൊസീജിയർ കഴിഞ്ഞു, നമ്മൾ ഒരുപാട് രീതിയിലുള്ള ലേസർ ട്രീറ്റ്മെന്റ്സ്, പല രീതിയിലുള്ള സർവീസസ് ഒക്കെ എടുത്തു. ഇനി ഏറ്റവും വലിയൊരു ചോദ്യമാണ്, കാരണം നമ്മുടെ ഇത്രയും ക്വാളിറ്റി സർവീസ് നമ്മൾ നൽകുമ്പോൾ ഇതിന്റെ ഒരു ആഫ്റ്റർ കെയർ, അത് പലപ്പോഴും ക്രീംസ് ആയിട്ടും മെഡിസിൻസ് ആയിട്ടും എങ്ങനെയാണ് അത് അക്സസിബിൾ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള വലിയൊരു സൊല്യൂഷൻ നമുക്കുണ്ട്. ഇവിടെ തന്നെ നമുക്ക് തന്നെ ഫാർമസി ഉണ്ട്. അപ്പൊ ഇനി ആ ഫാർമസിയും കൂടെ നമുക്കൊന്ന് കണ്ടാലോ? യെസ്. കുറച്ചു മുമ്പ് മീര പറഞ്ഞ പോലെ വിശാലമായൊരു ഫാർമസി.
അതാണ് എന്ത് നമ്മൾ പ്രൊസീജിയർ എടുത്താലും അത് കഴിഞ്ഞൊരു പോസ്റ്റ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെയുള്ള മെഡിസിൻ നമ്മൾ ഇവിടെ തന്നെ അവൈലബിൾ ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തിയാൽ നമ്മുടെ റിസപ്ഷൻ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫാർമസി നിങ്ങൾക്ക് കാണാൻ പറ്റും. കേരളം കണ്ട ഏറ്റവും വലിയ കോസ്മെറ്റോളജി ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കായ ക്യൂട്ടിസ് ഇന്റർനാഷണൽ അങ്ങനെ ഇതാ ഇന്നോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നിങ്ങളെ കുറെ കൂടി ബ്യൂട്ടിഫുൾ ആയ നിങ്ങളാക്കാൻ, നിങ്ങളെ കുറെ കൂടി കോൺഫിഡൻസോട് കൂടിയ നിങ്ങളാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു പിടി ഏറ്റവും മികച്ച മനുഷ്യരാണ് ഇവിടെ ക്യൂട്ടീസ് ഇന്റർനാഷണൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജ്ജരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കോൺഫിഡൻസ് വേറെ ലെവലാണ്. ക്യൂട്ടിസ് ഇന്റർനാഷണൽ കോസ്മെറ്റോളജി ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്.